മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ഇവയൊക്കെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അന്നു മുതലുള്ള സ്നേഹമോ, അന്നു മുതലുള്ള ദയയോ, അന്നു മുതലുള്ള കരുണയോ, അവിടെ നിന്നുള്ള വിശ്വസ്തതയോ ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എങ്ങനെയായിരുന്നു ആദ്യം മുതൽ അത് തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ സ്നേഹവും ആ ദയയും നമ്മോടുള്ള കരുണയും എല്ലാം. എന്നാൽ ഇന്ന് നമുക്കത് യഥാർത്ഥമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിൻ്റെ ദയയും കരുണയും വിശ്വസ്തയും അന്നും മുതൽ ഒരിക്കൽ പോലും മാറാതെ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഏതോ ഒരു സന്ദർഭത്തിൽ അതിന് ഭംഗം വരികയും പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ ദയ നമുക്ക് അനുഭവിക്കാതിരിക്കാനും ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാതിരിക്കാനും ഒക്കെയുമായിട്ട് നാം അന്ധരായിത്തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നു പോകാനായിട്ട് ഇവിടെയായിത്തീർന്നു. നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. പഴയ നിയമത്തിലെ എക്സോഡസ്, പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ Exodus 3 verses 6. അതിൻ്റെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നുവെന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. നാം അതിൻ്റെ മുമ്പിലേക്ക് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ആ കത്തുന്ന മുൾപ്പടർപ്പിലേക്ക് മോശയെ വിളിക്കുകയും മോശ കയറി ചെല്ലുകയും ചെയ്യുന്ന സീനൊക്കെയും നാം അത് വായിക്കുകയും അതൊക്കെയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മോശ പറയുകയാണ്, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. നാം എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം കൂടെ നമുക്ക്, ഹിബ്രൂസ് 10 അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 22, 22, 23 വചനങ്ങൾ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇവിടെ എബ്രായ ലേഖനം കർത്താവ് നമ്മോട് പറയുകയാണ്, നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇവിടെ പഴയ നിയമത്തിൽ നാം കണ്ടു, മോശ ദൈവത്തെ ഭയന്ന് ദൈവത്തെ കാണുമ്പോൾ മുഖം മൂടിക്കൊണ്ട് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന്, എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സമയത്തേക്ക് നല്ല ലേഖകർത്താവ് നമ്മൾ പറയുകയാണ്, നാം ഹൃദയ പരമാർത്ഥതയോടെ അടുത്തു ചെല്ലുക. അവൻ താഴെ 22, 23 വചനം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇവിടെ ഒരു സ്ഥലത്ത് നാം പഴയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പറയുന്നു, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടുന്നതായിട്ടും, എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മോട് പറയുന്നു, നാം ഹൃദയ പരമാർത്ഥതയോടെ അടുത്ത് ചെല്ലുക.
ഇവിടെ മുഖം മൂടാനായിട്ട് പറയുന്നില്ല, മാറിപ്പോകാനായിട്ട് പറയുന്നില്ല, ദൈവത്തെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുന്നില്ല. എന്നാൽ ദൈവം ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും ഒന്നും. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വചനം ഒന്ന് ചിന്തിച്ചിട്ട് കടന്നു പോകാം. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആറാം ദിവസം യഹോവയായ ദൈവം 5 ദിവസം ഭൂമിയിലെ ചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാം വചനത്തിലേക്ക് വരുമ്പോൾ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമികളിലും വാഴട്ടെ, സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ നാം കാണുന്ന അനുഗ്രഹിച്ച് അവരെ സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ ഈ ഭൂമി അടക്കി വാണുകൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം അവരെ താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 8-ാം വചനത്തിൽ അനന്തരം യഹോവയായി ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും, യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ മനുഷ്യന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചവൻ കാണുന്ന ഒരു കാര്യം യഹോവയായ ദൈവത്തിനെ തന്നെയാണ്. ഇവിടെയും നാം കണ്ടു, മോശ ദൈവത്തെ ഭയന്ന് അവൻ ഭയപ്പെട്ടിട്ട് അവൻ മുഖം മൂടി ദൈവം മുമ്പിൽ വരുമ്പോൾ, ഇവിടെ എന്നാൽ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് ദൈവം മനുഷ്യൻ കാണുന്നത് തന്നെ ദൈവത്തെയാണ്. ദൈവത്തെ കണ്ടുകൊണ്ടാണ് അവൻ ജീവിതം ആരംഭിക്കുന്നത് തന്നെ, അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതം സാധാരണ ഒരു മനുഷ്യൻ്റെ. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ മനുഷ്യന് താഴേക്ക് നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് യഹോവയായ ദൈവവും ഈ മനുഷ്യനും ഈ തോട്ടത്തിൽ എല്ലാ ദിവസവും കണ്ടുമുട്ടാറ് പതിവുണ്ട്. എല്ലാ ദിവസങ്ങളിലും യഹോവയായ ദൈവം താഴെ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വെയിലാറുമ്പോൾ യഹോവയായ ദൈവം നടക്കുവാനായിട്ട് ഇറങ്ങി വരും. ഈ മനുഷ്യനുമായിട്ടുള്ള സംവാദവും മനുഷ്യനോട് കാര്യങ്ങൾ ചോദിക്കുകയും അവനോട് നിരന്തരമായിട്ട് സംസർഗം ചെയ്യുകയും അവനോട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് ഏതെങ്കിലും തോട്ടത്തിലേക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്നും പതിവ് പോലെ യഹോവയായ ദൈവം മനുഷ്യനെ സന്ദർശിപ്പാനായിട്ട് അവൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിലേക്ക് വരുമ്പോൾ വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഇവിടെ ആദ്യമായിട്ട് യഹോവയായ ദൈവത്തിനെ കാണാതിരിപ്പാനായിട്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അവന് ഒളിച്ചിരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. യഹോവയായ ദൈവം കാണാതിരിപ്പാനായിട്ട് അവന് തോട്ടത്തിൽ ഒളിച്ചിരുന്നു. അതിൻ്റെ 9-ാം വചനത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. അതിന് 10-ാം വചനത്തിൽ അവൻ ഉത്തരം പറയുന്നുണ്ട്, തോട്ടത്തിൽ നിൻ്റെ ഒച്ച ഞാൻ കേട്ടു. അപ്പോൾ ഇതുവരെയും തോട്ടത്തിൽ ഒച്ച അവൻ കേട്ടിരുന്നില്ലേ ദൈവത്തിൻ്റെ? അവൻ എല്ലാ ദിവസവും ഒച്ച കേട്ടിരുന്നു. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വരവിനായി അവൻ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അവൻ ദൈവം എപ്പോഴാണ് ഈ ദൈവം കടന്നു വരുന്നത്? വെയിലാറിയല്ലോ, ഇന്നെന്താ താമസിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അവൻ പറയുകയാണ്, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടപ്പോൾ എനിക്ക് നിൻ്റെ മുഖം ദർശിപ്പാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒളിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവനാണ് ഒളിച്ചത്. ദൈവം പറഞ്ഞില്ല നീ പോയി ഒളിച്ചിരുന്നു, എൻ്റെ മുഖം നിനക്ക് ദർശിപ്പാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ല. മനുഷ്യൻ സ്വയമായിട്ട് തന്നെ ദൈവത്തിൻ്റെ മുഖത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നും അവൻ മാറി നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ഇൻസിഡൻറ്റ് നടന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നത് മൂലമാണ് മനുഷ്യൻ സ്വയമേ അവൻ ചിന്തിച്ചു, അവൻ വിചാരിച്ചു, ഇനി ഒരിക്കൽ പോലും എനിക്ക് ഈ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാൻ സാധിക്കുകയില്ല, കാരണം ഞാൻ പാപം ചെയ്തു പോയി. ദൈവം പറഞ്ഞിരുന്നത് അനുസരിക്കാതെ ദൈവത്തിനെതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചു പോയി എന്ന് അവൻ മനസ്സിൽ കരുതിക്കൊണ്ട് അവൻ തന്നെ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മുഖം കാണുകയില്ല, ഞാൻ ഒളിച്ചിരുന്നോളാം. അങ്ങനെ മനുഷ്യൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് അവൻ ഒളിച്ചിരിപ്പാനായിട്ട്. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ മനുഷ്യനെടുത്ത ആ മനുഷ്യനിൽ നിന്നും സൃഷ്ടിച്ച ഈ സ്ത്രീയും കൂടെ ദൈവത്തെ ഭയന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ദൈവത്തിൽ നിന്നും ഒളിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് മനുഷ്യനെ താഴേക്ക് വായിക്കുമ്പോൾ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ആ തോട്ടത്തിൽ നിന്നൊക്കെയും
ദൈവം അവരെ പുറത്താക്കുന്നതിനിടയായി തീർന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ വീഴ്ചയുടെ വീണ് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യന് ദൈവത്തോട് പാപം ചെയ്തു എന്ന് അവന് തന്നെ ബോധ്യമായപ്പോൾ അവൻ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മുമ്പാകെ നിൽപ്പാനായിട്ട് അവന് സ്വയമായിട്ട് അവന് തൻ്റെ ഇടമില്ലാതെയായി തീർന്നു. അങ്ങനെ അവൻ വീണ്ടും കടന്നു പോകുമ്പോൾ വീണ്ടും വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലേക്ക് നടത്തിയ മോശ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അതിൻ്റെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 23-ാം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചവനായ മോശ, പുറപ്പാട് പുസ്തകം എക്സോഡസ് 33 ഇത് 33-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ ദൈവം മോശയോട് പറയുകയാണ്, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടാൽ ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. അതിന് ശേഷം ദൈവം തന്നെ ഒരു പ്ലാൻ ചെയ്തു. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്ന് അരുളി ചെയ്തു. ദൈവം തന്നെ പറയുകയാണ്, മോശയോട് പറയുകയാണ്, നിനക്ക് കാണുവാൻ എന്താണ് കാരണം? എന്താണ്? ഈ മോശയും ഈ പാപത്തിൽ പിറന്ന അല്ലെങ്കിൽ ഈ പാപപ്പങ്കിലുമായ ഈ ഭൂമിയിലൂടെ കടന്നു വന്ന മനുഷ്യനാണ്. ഒരിക്കൽ പോലും പിന്നീട് ദൈവത്തിൻ്റെ മുഖത്തെ ദർശിപ്പാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ല. ദൈവം തന്നെ പറയുകയാണ്, ഒരിക്കൽ പോലും അത് നിനക്ക് സാധിക്കുകയില്ല. കാരണം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കൈ കൊണ്ട് നീ എൻ്റെ മുഖം കാണാതെ വണ്ണം ഞാൻ നിന്നെ മറച്ചു കൊള്ളാം. കാരണം നീ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവനോടെ ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. നല്ല താഴേക്ക് വരുമ്പോൾ നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തതയോടെ മോശയോട് പോലും പറഞ്ഞു. മോശ ഈ ഇസ്രായേൽ മക്കളെയൊക്കെയും വിളിച്ചിറക്കി കൊണ്ടുവന്നത് മോശയിലൂടെ തന്നെയാണ്. മോശയിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. ആ മോശയ്ക്ക് പോലും ദൈവം തൻ്റെ മുഖത്തെ ദർശിപ്പാനായിട്ട് അനുവാദം കൊടുത്തില്ല. എന്നാലേ തേജസ്സേറിയ ദൈവത്തിൻ്റെ മുഖം വീണ്ടും നമുക്ക് കാണുവാൻ തക്കവണ്ണം അവിടെ ഒരു പ്രവൃത്തി നടന്നു. ഈ തേജസ്സേറിയ ദൈവത്തിൻ്റെ മുഖത്തെ വീണ്ടും ദർശിപ്പാൻ. എന്തുകൊണ്ട്? ആദ്യം ദൈവത്തിനുണ്ടായിരുന്ന പ്ലാനും പദ്ധതിയും ആദ്യം ദൈവം നടപ്പാക്കിയിരുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം എന്നും വന്ന് ഈ മനുഷ്യനെയും സ്ത്രീയെയും കാണുകയും അവരോട് സംവാദിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ഒക്കെയും ചെയ്തിരുന്ന സ്ഥലത്ത് അതിൽ നിന്നും മനുഷ്യൻ തന്നെ പിന്മാറി ദൈവത്തിൻ്റെ മുഖത്തെ ദർശിപ്പാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും വീണ്ടും ദൈവം ഒരു പ്ലാനും പദ്ധതിയും ഒരുക്കി വീണ്ടും ഈ പഴയ കാര്യങ്ങളിലേക്ക്, പഴയ സ്ഥിതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാനായിട്ട് എന്താണ് പ്ലാൻ? അവിടെയാണ് നാം വായിക്കുന്നത്, പുത്രനിലൂടെ നമുക്ക് കർത്താവ് ദൈവത്തിൻ്റെ മുഖത്തെ വീണ്ടും ദർശിപ്പാനായിട്ട് അവൻ ഒരുക്കുകയാണ്. നാം കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 15-ാമത്തെ വചനം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ കൊലോഷ്യൻസ് 1:15 ഓൺവേർഡ്സ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യനായി എഴുന്നേറ്റവനാകുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കുന്നു. 20-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ആ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും നമ്മെ അകറ്റുന്നത്, അസമാധാനത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയത് ആ പാപം തന്നെയാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പോൾ ഒരു അസമാധാനം അവിടെ നിലനിൽപ്പാനായിട്ട് ഇടയായി തീർന്നു ദൈവവും ഈ മനുഷ്യനും തമ്മിൽ. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. ഇവിടെയും പിതാവ് തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പിതാവിന് സകലതും നിരപ്പിപ്പാനായിട്ട് പ്രസാദം തോന്നി. അതിൻ്റെ 21-ാം വചനത്തിലേക്ക് വരുമ്പോൾ, അകന്നവരും
ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഇവിടെയും പിതാവ് പുത്രനിലൂടെ വീണ്ടും ഒരു നിരപ്പിൻ്റെ കാര്യങ്ങളിലേക്ക്, മനുഷ്യനുമായിട്ടൊരു നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ആ പുത്രനെ തന്നെ യാഗമാക്കുകയാണ്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, ആ ക്രൂശിലെ രക്തം കൊണ്ടാണ് അവന് ഈ സ്വർഗീയ പിതാവിനും മനുഷ്യനും ഉണ്ടായിരുന്ന ആ വ്യതിയാനം, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ബന്ധപ്പെടുവാനോ കാണുവാനോ സാധിക്കാതിരുന്ന ഈ സ്ഥലത്ത് പിതാവ് പുത്രനിലൂടെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത് അവൻ തൻ്റെ പുത്രൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമാണ്. ആ രക്തം മൂലമാണ് വീണ്ടും നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നത്. നാം പത്രോസിൻ്റെ ലേഖനത്തിൽ ഫസ്റ്റ് പീറ്ററിലേക്ക് വരുമ്പോൾ, പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 20 and 21 onwards. ഫസ്റ്റ് പീറ്റർ 1:20 onwards. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്തെ വെളിപ്പെട്ടവനുമാകുന്നു. 21-ാം വചനം, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന്. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും എവിടെയാണ്? ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ നിന്നും എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. ഇവിടെയും നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും എവിടെയാണ്? അത് ദൈവത്തിൽ തന്നെ വെച്ചുകൊള്ളണം. എനിക്ക് വിശ്വാസമുണ്ട്. എന്താണ്? ദൈവത്തിൽ വിശ്വാസമുണ്ട്, പ്രത്യാശ. ആ ദൈവത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു. അവിടെ ആ ഫോക്കസ് ചെയ്യാൻ, അവിടെ അത് ഉറപ്പിപ്പാനായിട്ട്, അവിടെ അത് ഫിക്സ് ചെയ്യുവാനായിട്ട് എന്താണ് ചെയ്തത്? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു. ഈ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിൻ്റെ വ്യക്തതയോടെ പറയാണ്, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് അവൻ ആ പുത്രനിലൂടെ നമ്മെ ഓരോരുത്തരെയും ആ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതിന് അത് വ്യക്തതയോടെ പറയാണ്. അത് ഫിക്സ് ചെയ്യുന്നത് ആ ദൈവത്തിൽ തന്നെ ആയിരിക്കാനായിട്ട് ആ പുത്രനിലൂടെ ദൈവം വീണ്ടും അത് ഇടയാക്കി തീർത്തു. നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ, അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 13-14 വചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആയിരുന്ന അവസ്ഥ, കൊലോസ്യൻസ് 2:13 onwards, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. ഇതാ, ഈ പുത്രനെ ജീവിപ്പിച്ചപ്പോൾ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. ആ പുത്രനിൽ വിശ്വസിച്ചിട്ട് ആ ഹോപ്പ്, ആ പ്രത്യാശ ദൈവത്തിലായിരിക്കുന്ന ഈ മക്കളെ കൂടി, എല്ലാ ദൈവമക്കളെയും അവനോട് കൂടെ ഉയർപ്പിപ്പാൻ തക്കോണം പിതാവിന് ഇഷ്ടം തോന്നി. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. എവിടെയാണ്? ആ പുത്രൻ ജീവിച്ചതുകൊണ്ട് നാമും ജീവിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ആ പുത്രൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നാമും മരണത്തെ ജയിച്ച് എഴുന്നേൽപ്പാനായിട്ട് സാധിച്ചു. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. ആരോടുകൂടി? യേശു കർത്താവിനോടുകൂടി ജീവിപ്പിച്ച് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു. വീണ്ടും അത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. എന്നേക്കുമായിട്ട് ആ പിതാവിനോടുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ പിതാവിനോട് ഒരിക്കൽ പോലും ആ മോശ പോലും തൻ്റെ മുഖത്തെ ആ ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മറഞ്ഞിരിക്കുകയും, ദൈവം തന്നെ നീ എൻ്റെ മുഖം കാണുവാൻ സാധിക്കില്ല, ഞാൻ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറച്ചോളാം എന്ന് പറഞ്ഞും ഈ സ്ഥലത്ത് പറയുകയാണ്. ഇതാ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇവിടെ ഒരു വഴി വീണ്ടും ഒരുക്കിയിരിക്കുകയാണ്. എന്താണ്? ആദ്യം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം താല്പര്യപ്പെട്ടിരുന്നത്, ദൈവം നടപ്പാക്കിയിരുന്നത്, ദൈവം ആഗ്രഹിച്ചിരുന്ന ആ കാര്യം വീണ്ടും ഈ ഭൂമിയിൽ ഇവിടെ ഒരു ഏദൻ തോട്ടം പോലെ ആക്കിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. നമുക്ക് വിരോധമായിരുന്ന, പ്രതികൂലമായിരുന്ന കയ്യെടുത്ത് അവൻ മായ്ച്ചു. നമുക്ക് വിരോധമായിരുന്നു, അത് പ്രതികൂലമായിരുന്നു, ദൈവം തന്നെ അത് പ്രതികൂലമായിട്ട് നിർത്തിയിരുന്നു. എന്നാലേ അതൊക്കെയും അത് മായ്പാൻ തക്കണം, അത് എന്നേക്കുമായിട്ട് കഴുകിക്കളയുവാൻ തക്കണം, അത് ക്രൂശിന്മേൽ തറച്ച് നമ്മെ ഓരോരുത്തരെയും വിടുവിച്ചു. അതിൻ്റെ 15-ാം വചനത്തിൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെയും നമ്മെ ഓരോരുത്തരെയും മുൻപോട്ട് നടക്കുമ്പോൾ
ഈ കർത്താവ് യേശു കർത്താവിലൂടെ ദൈവം ചെയ്ത ഒരു പ്രവൃത്തി, ആ പുത്രനിലൂടെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് നമ്മുടെ ആയിരുന്ന അതിക്രമങ്ങളും നമ്മൾ മരിച്ചവരും ജഡത്തിൽ അഗ്രജന്മത്തിൽ മരിച്ചവരായിരുന്ന എന്നെയും നമ്മളെ ഓരോരുത്തരെയും വീണ്ടും ആ സ്വർഗീയ പിതാവിനോട് കൂട്ടായ്മ ആചരിപ്പാൻ തൊക്കണം അവനൊരു വഴി ഒരുക്കി. തീർച്ചയായിട്ടും നമ്മൾ മത്തായി വായിക്കുന്നുണ്ട്, കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവനെ എത്രമാത്രം ഉപദ്രവിക്കാമോ ദ്രോഹിക്കാമോ ഈ കാര്യങ്ങളൊക്കെയും ചെയ്തതിന് ശേഷം, ക്രൂശിച്ച് കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നത് എല്ലാം നിവൃത്തിയായി. ഏകദേശം 3 മണി നേരമായപ്പോൾ വളരെ വളരെ ഭൂകമ്പമുണ്ടായി. അതുവരെ കണ്ടിട്ടില്ലാത്ത അതുപോലെ അവസ്ഥയിൽ സൂര്യൻ ഇരുണ്ടുപോയി. ഈ കാര്യങ്ങളൊക്കെയും നടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 27-ാം വചനത്തിലാണ്, യേശു പിന്നെയും ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ ഒരു സംഭവം നടന്നു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ടടിയോളം 2 ചീന്തിപ്പോയി. 2 ചീന്തിപ്പോയ ഈ മന്ദിരത്തിലെ തിരശീല, അതായത് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരിക്കൽ പോലും ആർക്കും പ്രവേശിപ്പാൻ സാധ്യമല്ലാത്ത ഈ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം സാധിപ്പാനായിട്ടും ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെ 2 കീറിപ്പോയി. അതിനുശേഷമാണ് നമ്മെ ഓരോരുത്തരെയും അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തത്. അവിടെയും യേശു കർത്താവ് ആ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവരുവാൻ തക്കണം. അതാണ് ആദ്യം തന്നെ പറഞ്ഞതുപോലെ നാം ചിന്തിച്ച പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിനോ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കോ ദൈവത്തിൻ്റെ കൃപയ്ക്കോ ഒരു മാറ്റവും ആദ്യം മുതൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് മാറുകയുമില്ല. അവിടെ മനുഷ്യൻ മാറിപ്പോയി, മനുഷ്യൻ വീണുപോയി. എന്നാൽ വീണ്ടും ദൈവം തന്നെ പ്രവർത്തിച്ച് മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിപ്പാൻ ആ തിരശീല മുകൾ തൊട്ട് താഴെ വരെയും 2 കീറിക്കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു. നമ്മുടെ കയ്യെഴുത്തൊക്കെയും മായ്ച്ചിട്ട് അവൻ നമ്മെ ഓരോരുത്തരെയും മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. നാം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ, ഇന്നും സാത്താനിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയിൽ നിനക്കിതിന് യോഗ്യമില്ല, നീ ഇതിന് യോഗ്യനല്ല, നിൻ്റെ പഴയകാല പാപങ്ങൾ, നീ ചെയ്ത കൂട്ടിയുള്ള പ്രവൃത്തികളൊക്കെയും നീ ഓർത്ത് നോക്ക്. നിനക്കൊരിക്കൽ പോലും ദൈവസന്നിധിയിൽ വരുവാൻ പറ്റുകയില്ല, നിനക്കൊരിക്കൽ പോലും ദൈവത്തിൻ്റെ മുഖത്തെ ദർശിപ്പാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയല്ല. നാം യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 1 ജോൺ 2:1-2, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഇന്ന് ഏതെങ്കിലും വിധത്തിൽ നാം ഒരു പാപത്തിലേക്ക് അകപ്പെട്ടു പോയി നാം അവിടെ കിടന്നുരുളേണ്ടവരല്ല. എന്നാൽ എന്താണ്, നമുക്ക് ധൈര്യത്തോടെ നീതിമാനായ കർത്താവ് ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. നാം അതിധൈര്യത്തോടെ എത്രയും പെട്ടെന്ന് തന്നെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ആണ് കർത്താവ് നമ്മെ ഇന്നും പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ നാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ, നാം പാപത്തിന് അടിമയായി പോയി കർത്താവെ അതിനോട് ക്ഷമിക്കണമേ എന്നുള്ള ആ റിപ്പൻറ്റൻസോടെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു കാര്യങ്ങളും കർത്താവ് പിന്നെ ഒരിക്കൽ പോലും ദൈവം ഓർക്കുന്നില്ല. അതെന്നേക്കുമായിട്ട് മായ്ച്ചു കളഞ്ഞ് ആ പട്ടികയിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഈ പുത്രനിലൂടെ മാത്രം. നാം എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മെ ബലപ്പെടുത്തുന്ന വാക്യങ്ങളുണ്ട്. ഹീബ്രൂസ് ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. നാം ഓടി ഒളിക്കേണ്ടവരല്ല. ഏദൻ തോട്ടത്തിലെ മനുഷ്യനോ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവൻ തന്നെത്താൻ ഓടി ഒളിച്ച പോലെ ഇന്ന് നാം ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടവരല്ല. കാരണം നമുക്ക് കരുണ ലഭിപ്പാനും തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇന്നിടയായി തീർത്തു. നിങ്ങളെ വിളിച്ച വിശുദ്ധൻ അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാമും നമ്മുടെ നടപ്പിൽ വിശുദ്ധിയോടെ നടക്കുവാനായിട്ട് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 42:5 പറയുന്നുണ്ട്, ജോബിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോബ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതുവരെയും ഒരു കേൾവി മാത്രമേ നിന്നെക്കുറിച്ച് കേട്ടിരുന്നുള്ളൂ. ഒരു കേൾവി മാത്രം ഞാൻ കേട്ടുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത്. എന്നാൽ ഇന്നിപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. നമുക്കും അങ്ങനെ തന്നെ പറയുവാനായിട്ട് ഇടയായിത്തീരട്ടെ.
നാം ഒരു കേൾവി മാത്രം കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചവരായിരിക്കാം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഭവമായി തീരണം. ഞാൻ എൻ്റെ കണ്ണാൽ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് എപ്പോഴും കടന്നു ചെല്ലുവാനായിട്ട് ഇന്ന് ആക്സസ് ഉണ്ട്. ആ പുത്രനിലൂടെ ആ കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇന്ന് അവിടെ ഒരു റെക്കൺസിലിയേഷൻ നടന്നു കഴിഞ്ഞു. ഇന്ന് ദൈവം എനിക്കെതിരല്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ദൈവം പ്രതികൂലമാണ് എങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഈ ലോകം മുഴുവൻ എന്നെ ആദരിക്കുന്നു, ഈ ലോകം മുഴുവൻ എൻ്റെ പുറകെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. എന്നാൽ ദൈവം മാത്രമില്ലാത്തൊരവസ്ഥയെന്ന് ഓർത്ത് നോക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യവുമില്ല. എന്നാൽ ഈ ലോകം മുഴുവൻ എതിരായിക്കോട്ടെ, ലോകം മനുഷ്യർ മുഴുവൻ എതിരായിക്കോട്ടെ, സാഹചര്യങ്ങൾ എതിരായിക്കോട്ടെ, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വരിയില്ലേ? അതിലുപരി എന്താണ് നമുക്ക് വേണ്ടത്? ഈ രാത്രിക്കാലം നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ പിന്മാറിപ്പോയിടത്തു നിന്നും ഞങ്ങളെ വീണ്ടും നിൻ്റെ സന്നിധിയിലേക്ക് കടത്തിക്കൊണ്ടുവരാനായിട്ട് ആ പുത്രൻ്റെ രക്തം തന്നെ വേണ്ടിവന്നു. ഞങ്ങളത് ഈ രാത്രിക്കാലവും ഞങ്ങൾ ചിന്തിക്കുന്നു കർത്താവേ. രാത്രികാലം നിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നു കർത്താവേ. ഞങ്ങൾ ഓടി ഒളിക്കുന്നവരല്ല, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ തട്ടം കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയാൽ നിറയ്ക്കണമെന്നുള്ള പ്രാർത്ഥനയുടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും.